ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമായ 11ാമത്തെ പാഠഭാഗമായ അതായത് 11ാമത്തെ പാഠഭാഗമായ രാജാവ് വിദ്രോഹി എന്ന രവീന്ദ്രൻ ടാഗോറിൻ്റെ നാടകമാണ്. ഇതിൻ്റെ ഫസ്റ്റ് സീൻ അതായത് പഹല ദൃശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. അതിൽ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംഭാഷണമായിരുന്നു നമ്മൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്, അതായത് വാർത്താലാപ് ആയിരുന്നു പഠിക്കാൻ. ഇനി നമ്മൾക്ക് 2ാമത്തെ ദൃശ്യമാണ് പഠിക്കാൻ പോകുന്നത്, അതായത് രാജാവും സേനാപതികളൊക്കെ ആയിട്ടുള്ള സംഭാഷണങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ദൂസരാ ദൃശ്യ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ദൂസരാ ദൃശ്യ അതായത് സെക്കൻഡ് സീൻ, 2ാമത്തെ സീനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാജ സേനാപതി തുംസെ മേ കാഫി നാരാസോ. രാജാവ് പറയാണ് സേനാപതി, അല്ലയോ സേനാപതി, തുംസെ നിന്നോട്, മേ കാഫി നാരാസോ ഞാൻ ഒരുപാട് ദേഷ്യത്തിലാകുന്നു. കാഫി പറഞ്ഞാൽ ഒരുപാട്, ധാരാളം, നാരാസ് പറഞ്ഞാൽ ദേഷ്യം, ഒരുപാട് ദേഷ്യത്തിലാണ് ഞാൻ നിന്നോട് എന്ന് പറഞ്ഞു. അത് കേട്ട് സേനാപതി, ഐസി ക്യാ ഗലത്തി ഹി മഹാരാജ്, എന്ത് തെറ്റാണ് മഹാരാജാവെ ഞാൻ ചെയ്തത്? ഗലത്ത് എന്ന തെറ്റ്, ഐസി അങ്ങനെ പറയാൻ, ക്യാ ഗലത്തി ഹി എന്ത് തെറ്റുണ്ടായി മഹാരാജ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് മഹാരാജാവെ എന്ന് പറഞ്ഞു. അത് കേട്ട് രാജാവ് പറയാണ്, തുമ്മേ കിസി ബാത്ത് കാ ജോഷ് നഹി രഹ, തുമ്മേ നിന്റെ ഭാഗത്ത്, കിസി ബാത്ത് കാ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ജോഷ് നഹി രഹ ആവേശമില്ല, നിനക്ക് ഒരു കാര്യത്തിനും ഒരു ആവേശമില്ല എന്ന് പറഞ്ഞു. സേനാപതി ഇത് കേട്ട് പറയുന്നത്, ആജ്ഞ ദീജിയെ മഹാരാജാവ്, മഹാരാജ അതായത് ആജ്ഞാപിച്ചാലും മഹാരാജാവെ, ഓർഡർ തന്നാലും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആജ്ഞാപിച്ചാലെന്ന് പറഞ്ഞു. മേരേലി ആപ്കി ഇച്ഛാഹി സബ് കുച്ച് ഹേ, മേരേലി എന്നെ സംബന്ധിച്ചിടത്തോളം, ആപ്കി ഇച്ഛാഹി താങ്കളുടെ ആഗ്രഹമാണ്, സബ് കുച്ച് എൻ്റെ എല്ലാം എല്ലാം, താങ്കൾ പറയുന്നതാണ് എനിക്ക് എല്ലാം എല്ലാം എന്ന് സേനാപതി പറയുന്നു. അത് കേട്ട് രാജ, സേനാപതി ബന്നേ കെ ബാദ് സേ അഭി തക് തുമ്നെ കിസി ലഡായി കി തയ്യാറി നഹീ കി ഹെ. രാജാവ് പറയാണ്, സേനാപതി ബന്നേക്കെ ബാദ്, നീ ഒരു സേനാപതി ആയതിനു ശേഷം, അഭി തക്ക് ഇപ്പോൾ വരെ, കിസി ലഡായിക്ക് ഒരു യുദ്ധത്തിനും തയ്യാറി നഹീങ്കി തയ്യാറായിട്ടില്ലല്ലോ. അത് കേട്ട് സേനാപതി, മഹാരാജ് കിസ്സെ ലഡ്, മഹാരാജാവെ ആരോടാണ് ലഡേ യുദ്ധം ചെയ്യുന്നത്? കോയി ദുഷ്മൻ തോഹേ ഹി നഹീം, ഒരു ശത്രു പോലും ഇല്ലല്ലോ ഇവിടെ, പിന്നെ ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് സേനാപതി പറഞ്ഞു. ദുഷ്മൻ എന്ന് പറഞ്ഞാൽ ശത്രു. അത് കേട്ട് രാജ, ദുഷ്മൻ നഹി ഹേ, ശത്രു ഇല്ലേ? തോ ഫിർ ദുഷ്മൻ ബനാവോ, അങ്ങനെയാണെങ്കിൽ നീ ഒരു ദുഷ്മൻ, നീ ശത്രുക്കളെ ബനാവോ, ഉണ്ടാക്കൂ. തുമേ ഗജനാസെ, നിനക്ക് ഗജനാവിൽ നിന്ന്, അച്ചേ ഖാസ് പൈസ മിലായേ, നല്ലോണം പൈസ കിട്ടുന്നുണ്ടല്ലോ. അവർ തുമാരാ സൈനിക കാലി ബൈട്ടേ ബേട്ടെ ഉക്തേ രഹേ, നിന്റെ സൈനികരൊക്കെ, സേനാപതിയോട് പറയാണ്, നിന്റെ സൈനികരൊക്കെ, സേനാപതി എന്ന് പറയുമ്പോൾ സൈനിക തലവനാണല്ലോ, പട്ടാളത്തലവൻ. തുമാരേ സൈനിക, നിന്റെ സൈനികര് കാലിയായിട്ട് വെറുതെ ബൈട്ടേ ഇരുന്നിരുന്ന് ഉത്താരായി മടിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ വെറുതെ എന്താണ്, മടിച്ചിരിക്കുന്നവരാണ് നിന്റെ സൈനികര്. അഗർ ബാഹരി ദുഷ്മൻ ഉനേം ന മിലേംതോ, ഒരുപക്ഷെ ബാഹരി ദുഷ്മൻ പുറത്തുള്ള ശത്രുക്കൾ ആരെങ്കിലും, ഉനേന മിലേന്തോ കിട്ടിയിട്ടില്ലെങ്കിൽ, കിസീദിൻ ഏതെങ്കിലും ഒരു ദിവസം വേ അവര്, മുജുപ്പർ ഹി ഹംല കർണ ആയേക, അവരെന്നെ ആക്രമിക്കാൻ വന്നേക്കാം. പുറത്തുനിന്ന് നീ ശത്രുക്കളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്നെ ആക്രമിക്കും ഇവർ. ഹംല കർണ ആ ജായകന അറ്റാക്ക് ചെയ്യാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട് സൈനികരെ രാജാവ് വിളിക്കുന്നു, സൈനികോ എന്ന് വിളിക്കുന്നു. ഏക്ക് സൈനിക്, ഒരു സൈനികൻ. ആജ്ഞ ദീജിയെ മഹാരാജ്, ആജ്ഞാപിച്ചാലും മഹാരാജാവേ. രാജ, അഗർ തുമേ ലഡായി കർണി പടേത്തോ കൈസേ ലഗേക, രാജാവ് പറയണം, ഒരുപക്ഷെ നിനക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നീ എന്തായിരിക്കും അവസ്ഥ? നിനക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമോ? കൈസേ ലഗേകെ, എങ്ങനെയായിരിക്കും? അത് കേട്ട് ബാക്കി സൈനിക്, ലഡായി യുദ്ധമോ, ഫിർ തോ ബഹുത്ത് മജ ആയേക, ഓ
എങ്കിൽ നല്ല രസമായിരിക്കും. മജായ നല്ല രസമായിരിക്കും, യുദ്ധം ചെയ്യുകയാണെങ്കിൽ നല്ല മജ രസമായിരിക്കും. അത് കേട്ട് രാജ ടീക്ക് കഹ, ശരിയാ പറഞ്ഞത്, മജാക്കി ബാത്ത് ഹേ. സേനാപതി നല്ല രസമായിരിക്കും എന്ന് രാജാവും പറഞ്ഞു. സേനാപതി ആദേശ് ദീജിയെ മഹാരാജ്, ആജ്ഞാപിച്ചാലും മഹാരാജാവേ. എന്താ ഓർഡർ തന്നാലും. രാജ കോയി ദുഷ്മൻ ടൂണ്ട് നികാലോ, ഏതെങ്കിലും ഒരു ശത്രുവിനെ അന്വേഷിച്ച് കൊണ്ടുവരൂ. ഉസ്കെ ബാദ് ഹി, അതിനുശേഷം ലഡായി ശുരു ഹോഗി, നമുക്ക് യുദ്ധം ആരംഭിക്കാം. ലഡായി യുദ്ധം ശുരു ഹോഗി, ആരംഭിക്കാം. രാജാക്ക പ്രസ്ഥാൻ, അതും പറഞ്ഞ് രാജാവ് പ്രസ്ഥാൻ പോകുന്നു. രാജാക്ക പ്രസ്ഥാൻ, രാജാവ് പ്രസ്ഥാൻ പോകുന്നു. ഹേം അവർ ജനതാക്ക പ്രവേശ്, ഹേമും കുറച്ച് ജനങ്ങളും പ്രവേശിക്കുന്നു. സേനാപതി സാത്തിയോ, കൂട്ടുകാരെ, ക്യാ എന്താ, തുമ്മേം സെ കോയി ഐസാഹെ, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടോ? ജോ മഹാരാജ് സെ ലഡ്നെ കെ ലിയെ രാജി ഹോ, മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായവർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? രാജി, തയ്യാറാവുക. ജനത ജി നഹീം, ഇല്ല, ഞങ്ങളൊന്നും തയ്യാറല്ല. അത് കേട്ട് സേനാപതി ക്യാ ഏക് ബി നഹീം, ഒരാൾ പോലും ഇല്ലേ? ജനത ഹം കിസി സെ ഡർത്തെ നഹീം, ഞങ്ങൾക്ക് ആരെയും പേടിയൊന്നുമില്ല. ലേക്കിൻ പക്ഷേ ഹം മഹാരാജ് സെ ലഡ്ന നഹീ ചാഹത്തെ, ഞങ്ങൾ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സേനാപതി ഇത് കേട്ട് പറയാണ് മഗർ ഹേം തുമ്നെ മഹാരാജക്ക് അപമാൻ കിയാ ഹേ. സേനാപതി പറയാണ് പക്ഷേ ഹേമേ, നീ മഹാരാജാവിനെ അപമാനിച്ചിരിക്കുന്നു. മഹാരാജക്കോ അപമാൻ കിയാ ഹേ, അപമാനിച്ചിരിക്കുന്നു. തോ എങ്കിൽ ഫിർ തുമാരെ സാത്തി ഹി ലഡായി ഹോ, അതുകൊണ്ട് തന്നെ നിന്നോടായിരിക്കും മഹാരാജാവ് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു. ഹേം ഇത് കേട്ട് ഹേം പറയാണ് മഗർ മേനെ കിസ്തര മഹാരാജക്ക് അപമാൻ കിയ, ഞാൻ എങ്ങനെയാണ് മഹാരാജനെ അപമാനിച്ചത്? സേനാപതി ഹമാരെ മഹാരാജ്, നമ്മുടെ മഹാരാജാവ് ഉണ്ടല്ലോ, ജബ് തുമാരെ മക്കാൻ കെ സാമനേസെ, എപ്പോഴാണ് നിന്റെ വീടിന്റെ മുന്നിൽ ഗുജർ രഹെ പ്രവേശിച്ചിരുന്നത്, അതിലൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഉസ് വക്ത്, ആ സമയം, തും നീ കിടക്കിക്ക് പാസ് ഗഡയോക്കർ, നീ ജനവാതിലിന്റെ അടുത്ത് നിന്നിട്ട് ജംബായി ലേ രഹേതെ, കൂട്ടുവായിട്ടു എന്നാണ് പറഞ്ഞത്, കൂട്ടുവായിട്ടുണ്ടായിരുന്നു. അതാണ് നീ ചെയ്ത തെറ്റ്, നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഹേമിനോട്. അത് കേട്ട് തീനോ സൈനിക്, 3 സൈനികര് ജംബായിലേ രഹാദ, ഹ ജംബായി കോട്ടുവായിട്ട് കൊണ്ടിരിക്കുകയോ? അത് കേട്ട് ജനത ജംബായിലേനകത്തോ ഭയങ്കര ബാത്ത്. അപ്പം ജനത പറയാണ്, ജനങ്ങൾ കോട്ടുവായിടുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ബാത്ത്, ഭയങ്കര കാര്യം തന്നെയാണ്, ബാത്തന കാര്യം. ഇത്തനീ സാഹസ്, ഇത്രയും ധൈര്യമോ? രാജാവിൻ്റെ മുമ്പിൽ കോട്ടുവായിടുക എന്ന് പറഞ്ഞാൽ ഇത്രയും ധൈര്യവും ഉണ്ടാവുമോ? ഇസ്സേ ബട അപമാനം അവർ ക്യാ ഹോക, ഇതിനേക്കാൾ വലിയ അപമാനം എന്താണ് ഉണ്ടാവുക എന്ന് ജനത പറഞ്ഞു സൈനികരെ മുന്നിൽ. ഹേം ഇത് കേട്ട് ഹേം മഗർ രാജാ ബന്നേ കെ ബാദ് തോ മഹാരാജ ഏക് ബാർ ഭി ഹമാരെ ഘർ കെ സാമനെ സെ നഹീ ഗുജര, മഗർ പക്ഷേ രാജാവായതിനു ശേഷം, രാജാ ബന്നേ കെ ബാദ് രാജാവായതിനു ശേഷം, മഹാരാജാവ് ഏക് ബാർ ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യം പോലും, ഹമാരെ ഘർ കെ സാമനെ ഞങ്ങളെ വീടിന്റെ മുന്നിലൂടെ നഹീ ഗുജര പോയിട്ടില്ല. സേനാപതി ഇത് കേട്ട് പറയാണ് മഗർ ഭയ്യ, എന്നാൽ സ്നേഹിത, ക്യാ തും ദിൽ പർ ഹാത്ത് രേഖർ കഹ് സക്തേ ഹോ, എന്നാൽ നിനക്ക് ദിൽ പർ, തൻ്റെ നെഞ്ഞിൽ, തൻ്റെ ഹൃദയത്തിൽ, ഹാത്ത് രേഖർ കൈ വെച്ചിട്ട്, കഹ് സക്തേ ഹോ പറയാൻ പറ്റുമോ? എന്തെന്നാൽ തുമ്നെ കബി ജംബായി നഹിലി, ഞാൻ ഒരിക്കലും കോട്ടുവായിട്ടില്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? തോ മുജെ മാൻ ഹീലേന പടേങ്ക, അങ്ങനെയാണെങ്കിൽ എനിക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരും. മേനെ ജരൂർ കബി ജംബായി യോഗി, ഞാൻ എന്താണ് ഒരിക്കലും കോട്ടുവായിട്ട് ഇല്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇതെനിക്ക് എന്താണ്, ഞാൻ ജരൂർ കബി, ഞാൻ തീർച്ചയായിട്ടും കോട്ടുവായിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും ഞാൻ കോട്ടുവായിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കിത് മാൻഹീലേന പടേങ്ക, ഇത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. സേനാപതി സപാഷ്, കൊള്ളാം. അബ് തുമ്നെ ബഹാദുരൻ കി ജൈസി ബാത്ത് കഹി, ഇപ്പോൾ നീ ഒരു വീരന്മാരെ പോലെ സംസാരിച്ചു. ഇപ്പോഴാണ് നീ ഒരു വീരന്മാരെ പോലെ സംസാരിച്ചത്.
ബഹാദുർ എന്ന വീരൻ. അത് കേട്ട് ജനത ഇസേ കഹത്തെ ഹേ രാജാ ക ഏക്തം യോഗി ശത്രു. ഇവനെ പറയാൻ പറ്റും. ഇസേ കഹത്തെ ഇവനെ നമുക്ക് പറയാം. രാജാ ക ഏക്തം യോഗ്യ ശത്രു, രാജാവിന് പറ്റിയ ഏറ്റവും യോഗ്യനായ ശത്രു എന്ന് നമുക്ക് ഇവനെ പറയാൻ പറ്റും എന്ന് ജനങ്ങൾ ഹേമിനെ കുറിച്ച് പറഞ്ഞു. ടീക്ക് ഹേന, ശരിയല്ലേ? സബീ സൈനിക്, ഇത് കേട്ട് മുഴുവൻ സൈനികരും തുംസെ ലഡായി കർക്കെ ജരൂർ മജായേക, നിന്നോട് യുദ്ധം ചെയ്യുക എന്നത് ജരൂർ തീർച്ചയായിട്ടും മജായേക, നല്ല രസമായിരിക്കും. സേനാപതി ചലോ സൈനിക്, ആ സമയത്ത് സേനാപതി പറയാണ് നടക്ക് സൈനികരെ, ഈസ് മഹാൻ യുദ്ധഗിരെ തയ്യാറു, ഈ ഭയങ്കരമായ യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തൂ, തയ്യാറാവൂ ജനങ്ങൾ. ജയ് രാജാധിരാജ് രാജേന്ദ്രയ്ക്ക് ജയ്, രാജേന്ദ്രയ്ക്ക് ജയ്, രാജേന്ദ്ര വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നു, യുദ്ധം ചെയ്യാൻ ആരംഭിക്കുന്നു. ഓക്കെ, യുദ്ധത്തിന് തയ്യാറാവുന്നു. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ദൃശ്യം, അതായത് സെക്കൻഡ് സീൻ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ്? ഹേമുണ്ട്, സേനാപതി ഉണ്ട്, രാജാവ് ഇതിൻ്റെ മുമ്പ് പ്രസ്ഥാൻ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം ശരിക്ക്. കുറിച്ചുള്ള സൈനികരും രാജാവും സൈനികരും ഹേമും തമ്മിലുള്ള സംഭാഷണം എല്ലാം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ജനതയും ഹേമ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ ദൃശ്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ പഹലാ ദൃശ്യ പാർട്ട് 1, ദൂസരാ ദൃശ്യമാണ് ഇപ്പോൾ പഠിച്ചത്, അത് പാർട്ട് 2. ഇനി പാർട്ട് 3 മൂന്നാമത്തെ തീസരാ ദൃശ്യമായിരിക്കും. നിങ്ങൾ പഠിക്കണം എല്ലാവരും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ലൈക്ക് മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ ദൃശ്യമായിട്ട്, അതായത് തീസരാ ദൃശ്യമായിട്ട് നമുക്ക് വരാം. ഓക്കെ, താങ്ക് യു.